നമ്മുടെ ചിന്തകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ, ഭാവനകൾ, ഇത് കടിഞ്ഞാൺ ഇല്ലാത്ത ഒരു കുതിരയായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ ചിലരെങ്കിലും ചെയ്യുന്നത് ആ ചിന്തകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമാജിനേഷന് നമ്മളൊരു കടിഞ്ഞാൺ ഇടുകയാണ് ചെയ്യുന്നത്. ഇനി കടിഞ്ഞാണും കൂടാതെ ഒരു ബ്ലിങ്കേഴ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബ്ലിങ്കേഴ്സ് എന്ന് പറയുമ്പം കുതിരകൾക്ക് നേരിട്ടിട്ടുള്ള കാഴ്ച മാത്രം കാണുന്നതിനായിട്ടാണ്, ബാക്കിയുള്ള കാഴ്ചകളൊന്നും കാണാതിരിക്കാനും നേരിട്ടിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ബ്ലിങ്കേഴ്സ് ഇട്ട് കൊടുക്കുന്നത്. പലപ്പോഴും നമ്മളും നമ്മുടെ ചിന്തകൾക്ക് കടിഞ്ഞാണും ബ്ലിങ്കേഴ്സൊക്കെ നമ്മളും ഇടുന്നുണ്ട്. സൊസൈറ്റി ഓൾറെഡി അത്തരത്തിലുള്ള കടിഞ്ഞാണും ബ്ലിങ്കേഴ്സും സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മളെ നോക്കി കാണുമ്പം നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ഒരു ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് കാണുകയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് നമുക്ക് തന്നെയാണ്. നമ്മൾ സത്യത്തിൽ ശരിക്കും ആരാണെന്ന് മനസ്സിലാകാതെ വരുന്ന ആ നഷ്ടമുണ്ടല്ലോ, അത് വലിയൊരു നഷ്ടം തന്നെയാണ്. നമ്മുടെ ട്രൂവസ്റ്റ് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാതെ ജീവിച്ചു മരിക്കുന്നൊരവസ്ഥ, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു നഷ്ടം അത് തന്നെയാണ്. അത് മാറ്റുന്നതിനായിട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് സീയിങ് യുവർ സെൽഫ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഈ ബ്ലിങ്കേഴ്സും കടിഞ്ഞാണും ഒക്കെ എടുത്തു മാറ്റി യു ഹാവ് ടു ലെറ്റ് യുവർ ഇമാജിനേഷൻ റൺ വൈൽഡ്. എന്നാലാണ് നമ്മൾ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിന് മുകളിൽ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കിയോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു കഥ പറയാം. ഒരിടത്തൊരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു കേട്ടോ. ആ മൊണാസ്ട്രിയിലൊരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അതിലെ ഒരു ശിഷ്യനോടൊത്ത് എന്നും ഇദ്ദേഹം അങ്ങ് ദൂരെയുള്ള ഒരു മലമുകളിൽ പോയിട്ട് അമ്പെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അമ്പെയ്ത്ത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു മരം, ആ മരത്തിന് മുകളിൽ ഒരു പൂ വയ്ക്കുന്നു. ആ പൂവാണ് ടാർഗറ്റ്. അപ്പം അതിൻ്റെ മുകളിൽ അമ്പെയ്ത് കൊള്ളിക്കണം. അങ്ങനെ ഒരു ദിവസം ശിഷ്യനെയും കൊണ്ട് ആസ് യൂഷ്വൽ അമ്പെയ്ത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സന്യാസി പുറപ്പെട്ടു. ശിഷ്യന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നും കുറേ വർഷങ്ങളായിട്ട് എന്നും കാണുന്നൊരു കാര്യമാണല്ലോ. അങ്ങനെ അവർ മലമുകളിലെത്തുന്നു. നമ്മൾ പറഞ്ഞ പോലെ പൂവൊക്കെ വയ്ക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം സന്യാസി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്തു. അതായത് ഇദ്ദേഹം കണ്ണ് കെട്ടാനായിട്ടൊരു തുണി കൊണ്ടുവന്നു. കണ്ണ് കെട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്രാവശ്യം അമ്പെയ്യാൻ പോകുന്നത് കേട്ടോ. പക്ഷേ ഇത് കണ്ടിട്ടും ശിഷ്യന് വലിയ സർപ്രൈസ് ഒന്നും ആയില്ല. കാരണം ഒത്തിരി വർഷങ്ങളായിട്ട് ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ. ഇദ്ദേഹത്തിന് എന്തായാലും കണ്ണ് തുറന്നിട്ടാണെങ്കിലും കണ്ണടച്ചിട്ടാണെങ്കിലും എന്തായാലും അദ്ദേഹത്തിന് അതിന് മുകളിൽ കൊള്ളിക്കാൻ പറ്റുമെന്നാണ് ശിഷ്യൻ വിചാരിച്ചത്. അങ്ങനെ അദ്ദേഹം കണ്ണ് കെട്ടി അമ്പെയ്യുന്നു. പക്ഷേ പൂവിന് കൊള്ളുന്നില്ല. പൂവിൽ കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, ആ മരത്തിൽ പോലും അത് കൊണ്ടില്ല. ആ അമ്പ എവിടെ പോയി എന്ന് പോലും ശിഷ്യനറിയില്ല. എന്തായി എന്ന് സന്യാസി വിളിച്ചു ചോദിച്ചപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഗുരു അത് കൊണ്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ സന്യാസിയുടെ മുഖത്ത് വലിയ ഭാവഭേദമൊന്നും ഉണ്ടായില്ല കേട്ടോ. സന്യാസി പറഞ്ഞു, ഇതിൽ നിന്ന് നിനക്ക് എന്താ മനസ്സിലായത്? അതായത് നമ്മൾ ഒരു ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ടാർഗറ്റിൽ നമുക്ക് അമ്പെയ്ത് കൊള്ളിക്കണമെങ്കിൽ നമുക്കത് കണ്ടേ തീരൂ എന്നുള്ളത്. കാണാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് സാധിക്കാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ ക്ലിയറായിട്ട് കാണാത്ത ഒരു ലൈഫ് എങ്ങനെയാണ് നമ്മൾ ജീവിച്ച് സക്സസ് ആക്കാൻ പോകുന്നത്? ഈ ക്ലിയറായിട്ട് കാണുക എന്ന് പറയുമ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കടിഞ്ഞാണും ബ്ലിങ്കേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ചിന്തകൾക്ക് ക്ലിയറായിട്ട് നമ്മളെ തന്നെ കാണാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇവിടെയാണ് നമുക്ക് നമ്മളെക്കുറിച്ചൊരു വിഷൻ വേണമെന്ന് പറയുന്നത്. ആ വിഷൻ വേണമെങ്കിൽ നമുക്ക് നമ്മളെ അറിയേണ്ടത് മസ്റ്റാണ്. അതത്ര എളുപ്പമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ലേ അതിലെ ഒരു ത്രില്ല്, അതിലെ ഒരു ചാലഞ്ച്. നിങ്ങളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിഷൻ അത് നിങ്ങളെ പേടിപ്പിക്കുന്നില്ലെങ്കിൽ അതൊക്കെ വളരെ ചെറുതാണെന്ന് ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്. അതെപ്പോഴും ഇങ്ങനെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കടിഞ്ഞാണൊക്കെ എടുത്തു മാറ്റി നിങ്ങളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും. ഞാനും കാണുന്നുണ്ട്. ആൻഡ് ലെറ്റ് യുവർ ഇമാജിനേഷൻ റൺ അമോക്ക്.